ഹലോ ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ പാണ്ഡുരംഗവാടി അയ്യപ്പ സേവാ സമിതിയുടെ 2024 മണ്ഡല പൂജ പന്തലിലാണ് ഇപ്പോൾ ഉള്ളത്. ാമത്തെ പൂജയാണത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വർഷത്തെ പൂജ ഡോംബിവലിയിലെ ഈ വർഷത്തെ ആദ്യത്തെ അയ്യപ്പ പൂജയാണ്. 29 വർഷം മുന്നേ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നവരിൽ സദാശിവൻ സാർ അടക്കമുള്ളവർ കൂടി തുടങ്ങിയതൊരു പ്രസ്ഥാനമാണ് ഇത്. ഇപ്പോൾ നല്ല രീതിയിൽ ഡോംബിവലിയിലെ ഏറ്റവും ഭംഗിയായി നടക്കുന്ന അയ്യപ്പ പൂജകളിൽ ഒന്നായിട്ട് എല്ലാവരും പറയുന്നുണ്ട്. This is the 29th year of Pandurangavadi Ayyappa Puja Mandal. We have Advocate Sadashivan sir here. He is the founder member of this Ayyappa Puja Mandal. ഏതാണ്ട് 29ാമത്തെ വർഷമെന്ന് പറയുമ്പോൾ 28 മെമ്പേഴ്സ് കൂടി വിഭാവനം ചെയ്ത് ഒരു അയ്യപ്പ സേവ, ഒരു അയ്യപ്പൻ്റെ ഒരു പൂജ നടത്തണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി പാണ്ഡുരംഗവാടിയിൽ ഞങ്ങൾ ചെയ്ത ഒരു പ്രാരംഭമായിട്ട് ചെയ്ത ഒരു പരിപാടിയാണിത്. ഇന്ന് ഈ 29 വർഷം കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ഇന്ന് ഞാനോ അല്ലെങ്കിൽ എൻ്റെ കൂടെ ഈ 28 പേരോ ഇല്ല. അതിനകത്ത് ഏതാണ്ട് 6-7 പേര് നമ്മളെ വിട്ടുപിരിഞ്ഞു പോയില്ല. പക്ഷേ ഇന്നും അത് അതിൻ്റേതായിട്ടുള്ള പ്രസക്തിയോടുകൂടി മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നു എന്ന് വരികയും അത് നമ്മളുടെ എല്ലാവരുടെയും കഴിവുകൊണ്ടാണ്. എല്ലാവർക്കും ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു നന്ദി. ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നമ്മുടെ ഡോംബിവലിയിലെ അറിയപ്പെടുന്ന സാമൂഹ്യ പ്രവർത്തകനും ഒരു വളരെ സീനിയറുമായിട്ടുള്ള വേണുവേട്ടൻ ശ്രീ കൊണ്ടത്ത് വേണുഗോപാൽ ഇന്നിവിടെയുണ്ട്. ഈ പറഞ്ഞ പോലെ 29 വർഷം ആയി എന്നുള്ളത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്ന. കാലം അത്ര പെട്ടെന്നാണ് പോയത്. കഴിഞ്ഞ് എല്ലാ വർഷവും ബോംബെയിലുള്ള സമയത്തൊക്കെ വന്ന് പങ്കെടുക്കാറുണ്ട്. വളരെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോകുന്ന ഒരു അയ്യപ്പ പൂജയാണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മെമ്പേഴ്സ് തന്നെയാണ് ഇവിടുത്തെ അന്നദാനം. എത്ര ആൾക്കാരുണ്ടെങ്കിലും അവർക്ക് വേണ്ടി ഒരുക്കുന്നത് വളരെ ചിട്ടയോടും യോജിപ്പോടും കൂടി ഐക്യത്തോടും കൂടി നടക്കുന്ന ഒരു പൂജയാണെന്ന് എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല. കുമാർജി, നമ്മളൊരു 28 പേര് ചേർന്നുണ്ടായ ഒരു സംഘടനയാണ്. ഇന്നും നമ്മളെ ഇത്ര ഭംഗിയായിട്ട് നടക്കുന്നത് നമ്മുടെ കൂട്ടായ്മയാണ്. ഇവിടെ രാഷ്ട്രീയപരമായിട്ടും അത് യാതൊരു വ്യത്യാസമില്ല, മതപരമായിട്ടുള്ള യാതൊരു വ്യത്യാസമില്ല. നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ്മയാണ്. ഇത് ഇത്രയും 29ാമത്തെ പൂജയെ സക്സസ്ഫുൾ ആകുന്നതിന് അതിനുള്ള ഏക കാരണം കൂട്ടായ്മയാണ്. എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും ഇനിയുള്ള ഭാവിയിലാണെങ്കിലും നമുക്ക് അപ്പോൾ 30ാമത്തെ പൂജയാണ് ഇനി അടുത്ത് വരിക. ഏറ്റവും ഭംഗിയായിട്ട് ഒരു നാഴികക്കല്ല് അയ്യപ്പ സമാജം പാണ്ഡുരംഗവാടിയുടെ ഒരു നാഴികക്കല്ലാകാൻ ഞങ്ങളതിന് ശ്രമിക്കുന്നതായിരിക്കും. നമ്മുടെ ഈ ഏരിയയിൽ നിന്ന് പുതിയതായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട MLA ശ്രീ രാജേഷ് മോറെ വന്നു പോയിരുന്നു. ജനനേതാക്കളുമായിട്ട് നമ്മുടെ പാണ്ഡുരംഗവാടി അയ്യപ്പ സേവാ സമിതിയുടെ ബന്ധങ്ങൾ, അത്തരം കാര്യങ്ങളെപ്പറ്റി എന്തെങ്കിലും പറയാമോ? ഇവിടെ ഉള്ള എല്ലാ നേതാക്കന്മാരും എന്ന് പറഞ്ഞാൽ ലോക്കൽ പൊളിറ്റീഷ്യൻസ്, ഏത് പാർട്ടിയുടെ ആയാലും അയ്യപ്പ സംഘമായിട്ട് നല്ല രീതിയിലുള്ള സഹകരണമാണ്. എല്ലാവരും എല്ലാ പൂജയ്ക്കും വരാറുണ്ട്. അവരുടെ എല്ലാ വിധത്തിലുള്ള സഹകരണങ്ങളും എല്ലാ വേദികളിലും ഉണ്ടാകാറുണ്ട്. ഈ ജാതി മത ഭേദം
യാതൊരു കാര്യവുമില്ലാതെ ഈ പാണ്ടരങ്ങാടി അയ്യപ്പ സേവാ സംഘത്തിൽ എല്ലാ വ്യക്തികളുടെയും കോൺട്രിബ്യൂഷൻ കൂടിയാണ് നമ്മൾ ഇത് നടത്തുന്നത്. 29ാമത്തെ വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിനകത്ത് യാതൊരു രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും ഇവിടെ ഇല്ല നമ്മുടെ മുമ്പിൽ. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അത് നടക്കട്ടെ. അത് 30 ആയിക്കോട്ടെ, 50 ആയിക്കോട്ടെ, അതിനൊരു ഗോൾഡൻ ജൂബിലി, പ്ലാറ്റിനം ജൂബിലി, കമ്പരുത്തി ലഭിക്കും. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഒന്നിച്ച് തന്നെയാണ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഈ ഒരു 2000-ഓളം ആൾക്കാർക്കുള്ള ഭക്ഷണം ഒരുക്കുക എന്ന് പറയുന്നത് ഇതൊരു ചെറിയ കാര്യമൊന്നുമല്ല. ആഴ്ചകളോളം അല്ലെങ്കിൽ മാസങ്ങളോളമുള്ള അതിൻ്റെ കോർഡിനേഷൻസ്, അതിൻ്റെ പ്രിപ്പറേഷൻസ്, അതിൻ്റെ പ്ലാനിങ്സ്, മറ്റൊരുപാട് കാര്യങ്ങളുണ്ട്. ശ്രീ സതീശൻ പിള്ള അതിൻ്റെ മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ച ആളാണ്. ഞങ്ങളുടെ ഒരു ടീം വർക്കാണ് ഇത്. കാരണം വെച്ചാൽ ഇതിനകത്തിൽ പല ആൾക്കാരും വരും. മാധവൻ നായർ, കുടുവാൾ, അതുപോലെ തന്നെ മണി, രാജു, ശശി, ഇവരൊക്കെ കൂടിയുള്ള പ്രവർത്തനമാണ്. ഇവിടെ ഞങ്ങൾക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല ഇതുവരെ. എല്ലാം വളരെ ഭംഗിയായിട്ട് എല്ലാം കൊടുക്കാനായിട്ട് ഞങ്ങൾ തന്നെ പാചകം ചെയ്ത് കൊടുക്കുന്നതാണ്. വെളിയിൽ നിന്ന് ഒരാളെ വിളിച്ചിട്ട് കഴിക്കുന്നത് അതിൻ്റെ ഒരു മേന്മയോടെ ഈ നമ്മുടെ പാണ്ടരങ്ങാടി അയ്യപ്പത്തിനുണ്ട് എന്ന് തന്നെ പറയാം. വളരെ നല്ല ഭക്ഷണമാണ്. എല്ലാ തരത്തിലും നല്ല ടേസ്റ്റിയും നല്ല ഹൈജീനിക്കും എല്ലാ തരത്തിലും അതിൻ്റെ വേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ മുൻഗണന കൊടുക്കുന്നുണ്ടെന്നുള്ളത് വളരെ കൃത്യമാണത്. എല്ലാം വിലയിട്ടുള്ള സദ്യ ട്രഡീഷണലി 29 കൊല്ലമായിട്ട് നമ്മൾ അതിൽ നിന്ന് മാറ്റിയിട്ടില്ല. കാരണം ഇവിടെയുള്ള നമ്മുടെ ഇവിടെ ചുറ്റുപാടുള്ള നമ്മുടെ മലയാളികളല്ലാത്ത ആൾക്കാർ വരുന്നുണ്ടെങ്കിൽ അവർ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് നിങ്ങളുടെ കേലാപ്പത്തയിൽ ഞങ്ങൾക്ക് ആഹാരം കിട്ടും. അതും ഭഗവാന്റെ മുമ്പിൽ. നമ്മൾ ഈ ഒരു കാര്യത്തിലൂടെ ഈ ഒരു തദ്ദേശീയർക്ക് കൊടുക്കുന്ന ഒരു സന്ദേശം വലിയൊരു സന്ദേശം അല്ലേ? തീർച്ചയായിട്ടും. എന്താണ് അതിനെപ്പറ്റി മുന്നോട്ട് പറയാനുള്ളത്? കാരണം നമ്മൾ മറുനാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നും വന്ന് ഇവിടെ നമ്മൾ ഉപജീവന മാർഗം തേടി വന്ന് ഇവിടെ സെറ്റിൽ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അവരുമായിട്ടുള്ള ബന്ധം നമ്മൾക്ക് അഭേദ്യമായ ബന്ധം നമ്മൾ സ്ഥാപിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് ഒരു ദിവസത്തെ പ്രസാദം നമ്മളെല്ലാവരും ഒന്നിച്ചിരുന്നു. അത് സദാശിവൻ സാർ പറഞ്ഞ പോലെ ജാതിമത ഭേദമന്യേ നമ്മൾ ഒന്നിച്ചിരുന്ന് ഒരു ദിവസത്തെ ഭക്ഷണം കഴിക്കുക. അത് ഭക്ഷണമല്ല, അത് ഭഗവാന്റെ പ്രസാദമാണ്. ആ പ്രസാദം നമ്മൾ ഒന്നിച്ചിരുന്ന് കഴിക്കുക എന്ന് പറഞ്ഞാൽ അത് തന്നെ ജീവിതത്തിലെ വലിയൊരു ഭാഗ്യമായിട്ടാണ് അവരും നമ്മളും കണക്കാക്കുന്നത്. നാരായണകുടിയേട്ടാ, അത് ഞാൻ കൂടുതൽ ഇൻവോൾവ് ചെയ്ത് PNTയിൽ ഞങ്ങളുടെ ഗ്രൗണ്ടിൽ PNT റോഡിൽ ഹനുമാൻ്റെ അവിടെ തുടങ്ങിയ ശേഷമാണ് കൂടുതൽ ഇൻവോൾവ് ആയിരിക്കുന്നത്. ചിലപ്പോൾ 2-3 വർഷമായിട്ട് നന്നായി നടന്നുകൊണ്ട് ഇത് ഈ അയ്യപ്പ സമാജം പാണ്ടരങ്ങാടി തുടങ്ങാൻ കാരണം ഞങ്ങളുടെ കൈരളി ഫാമിലി ഗ്രൂപ്പുണ്ട്. ഫൗണ്ടർ പ്രസിഡന്റ് PR പിള്ളെ, ശശിധരൻ പിള്ളെ, ബെങ്കുരവി, സദാശിവൻ നായർ, അഡ്വക്കേറ്റ് സദാശിവൻ, ഇങ്ങനെയൊക്കെയാണ്. ഇത് കണ്ടിന്യൂസ് തുടങ്ങി. ഫസ്റ്റ് പൂജ നമ്മൾ നടത്തിയ ശ്രീ കോംപ്ലക്സിലാണ്. അന്ന് ഞങ്ങൾ തുടങ്ങുന്ന സമയത്ത് എല്ലാം ഒരു 35-40 ഇയേഴ്സിലായിരുന്നു. ഇപ്പോൾ എല്ലാം 65-75 മേലെ ആയിട്ട്. ഇനി ഇത് എത്ര കാലം നടത്തിക്കൊണ്ട് പോകണമെന്ന് ഇരിക്കണമെങ്കിൽ ഇപ്പോൾ പ്രത്യേകിച്ചൊരു ചെറുപ്പക്കാരുടെ അഭാവം വല്ലാതെ എല്ലാം വയസ്സായ ആൾക്കാരാണ്. നാളത്തെ പരിപാടികളെ പറ്റി ജസ്റ്റ് ഒന്ന് പറയാമോ? ഇത് പൂജ നടക്കുന്നതോടുകൂടി ആധ്യാത്മികമായിട്ടുള്ള പരിപാടികളുടെ കൂട്ടത്തിൽ നമ്മുടെ യങ്സ്റ്റേഴ്സിനെ ഒപ്പം നിർത്താനും തദ്ദേശീയർക്ക് ഒരു എൻഗേജ്മെൻറ്റ് കൊടുക്കാനും കൂടിയിട്ട് നമ്മൾ എല്ലാ ദിവസവും 2 ദിവസവും വൈകിട്ട് കൾച്ചറൽ പ്രോഗ്രാം സംഘടിപ്പിക്കാറുണ്ട്. ഒരു ദിവസം ഡോംബിവലി മറ്റു ദേശങ്ങളിൽ നിന്ന് വരുന്നവരും കുട്ടികളുടെയും വലിയവരുടെയും, ഒരു ദിവസം സംഘത്തിലെ മെമ്പർമാരുടെയും ഈ പരിസരത്തുള്ള കുട്ടികളുടെയും പ്രോഗ്രാംസാണ് നമ്മൾ അറേഞ്ച് ചെയ്യാറ്. ഇന്ന് നമ്മുടെ സംഘത്തിലെ കുട്ടികളുടെ പ്രോഗ്രാംസാണ് ഇന്നുള്ളത്. നാളെ ഉച്ച കഴിഞ്ഞ് പകല് പ്രോഗ്രാം പ്രത്യേകിച്ചൊന്നുമില്ല. രാവിലെ പൂജകളുണ്ട്, വിശേഷ പൂജകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉച്ച കഴിഞ്ഞ് വൈകിട്ട് 5 മണിക്ക് ആനന്ദനഗറിന്ന് പ്രൊസഷൻ തുടങ്ങി 9 മണിയോടുകൂടി സന്നിധാനത്തിൽ, അതായത് ഇവിടെ പൂജ നടക്കുന്ന ഈ ഹാളിൽ ചെണ്ടമേളത്തോടു കൂടി താലപ്പൊലി, ട്രഡീഷണൽ ആയിട്ടുള്ള താലപ്പൊലി. ഇന്നും ഡോംബിലിൽ ഏറ്റവും കൂടുതൽ താലം എടുക്കുന്നത് പാണ്ടരങ്ങാടി അയ്യപ്പൻ്റെ അവിടെ തന്നെയാണ്. അതുപോലെ പ്രൊസഷനും അതുപോലെ തന്നെ വളരെ നല്ല രീതിയിൽ നല്ല പാർട്ടിസിപ്പേഷനോടുകൂടി നടക്കുന്നുണ്ട്. ഇവിടെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാ ദിക്കിലും ജനാധിപത്യം എന്ന് പറയുമെങ്കിലും ഇവിടെ ശരിക്കും ജനാധിപത്യമാണ്. എന്ന് പറഞ്ഞാൽ കമ്മിറ്റി എന്നുള്ളത് പറയുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റാണ്. കാര്യങ്ങൾ തീരുമാനിക്കുന്ന നടത്തുന്നതും എപ്പോൾ ആരെല്ലാം വരുന്നു മെമ്പർമാർ അവരുടെ ഫുൾ അഭിപ്രായ പ്രകാരമാണ് എല്ലാ കാര്യങ്ങളും ഇന്ന് വരെ തീരുമാനിക്കപ്പെട്ടത്. ഈ പുറകിരിക്കുന്ന അമ്പലം തന്നെ പുതിയത് കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയതാണ്.
ഇതുവരെ അതിന് 5 ലക്ഷത്തിൽ കൂടുതൽ ചിലവായിട്ടുണ്ട്. ഇനി അതിന് ചില ഭാഗങ്ങൾ 18-ാം പടി അതുപോലുള്ള കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ട്. അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ.